മക്കളെ 2026 കീമിന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കോ അല്ലെങ്കിൽ ഫാർമസി കോഴ്സുകൾക്കോ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കോ ഒക്കെ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ, അതായത് 2026 കേട്ടോ, ഇനി വരാൻ പോകുന്ന നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ കീം എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ, അവർക്കൊക്കെയാണ് ഈ വീഡിയോ ബാധകം. അപ്പൊ ഈ വർഷത്തെ ഈ 2026 കീം അല്ലെങ്കിൽ നീറ്റ് JEE പോലുള്ള എക്സാമുകൾ എഴുതാൻ തയ്യാറെടുക്കുന്ന +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അവർക്കൊക്കെയാണ് ഈ വീഡിയോ ബാധകം. അപ്പൊ ഇത് രജിസ്ട്രേഷൻ അല്ല, ശരിക്കും രജിസ്ട്രേഷന് മുമ്പ് കീമിന്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെന്റുകളുടെ ഒരു ലിസ്റ്റ്. അപ്പൊ ഞാൻ ടൈറ്റിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കീം 2026 ബന്ധപ്പെട്ട വീഡിയോ ആണ്. അതില് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിലോ പ്രൈവറ്റ് കോളേജുകളിലോ ഉള്ള എഞ്ചിനീയറിംഗ്, ഇത് NIT അല്ലെങ്കിൽ IIT പോലുള്ള സ്ഥാപനങ്ങളുമായിട്ട് ബന്ധമല്ല. ഇത് കേരളത്തിലെ ഗവൺമെന്റ് ആൻഡ് സെൽഫ് ഫിനാൻസിങ് ആണ്. അതുപോലെ മെഡിക്കൽ കോഴ്സുകൾ കേരളത്തിൽ MBBS ആയിക്കോട്ടെ, BDS ആയിക്കോട്ടെ, ആയുർവേദം, അതായത് അലൈഡ് കോഴ്സുകളെല്ലാം കൂടെ ചേർത്ത് MBBS, BDS, അതുകൂടാതെ അലൈഡ് കോഴ്സുകളിൽ പെട്ട ആയുർവേദം, അതേപോലെ യുനാനി, സിദ്ധ, ഹോമിയോ, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, കോർപ്പറേഷൻ ബാങ്കിങ്, അങ്ങനെയുള്ള എല്ലാ അലൈഡ് കോഴ്സുകളും, അതേപോലെ കേരളത്തിലെ ഫാർമസി കോഴ്സുകൾ, ഗവൺമെന്റ് പ്രൈവറ്റ് ഒക്കെ ആയിട്ടുള്ള ഫാർമസി കോഴ്സുകൾ, അതേപോലെ ആർക്കിടെക്ചർ കോഴ്സുകൾ. ഇപ്പൊ ഈ ആർക്കിടെക്ചർ കോഴ്സിന് നിങ്ങൾ കീമിന്റെ എക്സാം എഴുതേണ്ടതില്ല, BARC എഴുതിയാൽ മതി. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഈ നാറ്റയുടെ എക്സാം, നാറ്റയുടെ BARC ടെസ്റ്റ് എഴുതിയാൽ മതി. ഇനി മെഡിക്കൽ ആണെങ്കിൽ നിങ്ങൾ നീറ്റ് എഴുതിയാൽ മതി, കീമിന്റെ എക്സാം എഴുതേണ്ടതില്ല. എഞ്ചിനീയറിംഗിന് കീമിന് എക്സാം ഉണ്ടാവും, ഫാർമസിക്കും എക്സാം ഉണ്ടാവും. മെഡിക്കൽ ആൻഡ് അലൈഡിന് നിങ്ങൾ കീം എക്സാം എഴുതേണ്ടതില്ല, നീറ്റ് എഴുതണം. അതേപോലെ ആർക്കിടെക്ചർ കോഴ്സുകൾക്ക് നിങ്ങൾ നാറ്റ എക്സാം എഴുതണം. അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പിന്നീട് പറയും. അപ്പോൾ ഈ പറഞ്ഞ കോഴ്സുകൾക്ക് കേരളത്തിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ കീമിൽ രജിസ്റ്റർ ചെയ്യണം. എക്സാം എഴുതുകയോ ഇല്ലയോ രണ്ടാമത്തെ കേസാണ്, രജിസ്റ്റർ ചെയ്യണം. ഇപ്പോഴല്ല രജിസ്ട്രേഷൻ, ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ. രജിസ്ട്രേഷൻ സ്റ്റാർട്ട്സ് സൂൺ, തുടങ്ങുകയുള്ളൂ. ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു, ഉടനെ തന്നെ രജിസ്ട്രേഷൻ വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇതുവരെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടില്ല. ഇത് നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഡോക്യുമെന്റ്സ് റിക്വയർഡ്. എല്ലാ വർഷവും കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്, ഈ രജിസ്ട്രേഷനോടനുബന്ധിച്ച് ഡോക്യുമെന്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച ഒക്കെ വൈകും. അപ്പൊ നമ്മുടെ രജിസ്ട്രേഷൻ ടൈം ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി വെക്കാനുള്ള ഒരു ഇന്റിമേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി വെക്കുകയാണ്. അപ്പൊ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആരൊക്കെ തയ്യാറാക്കി വെക്കണം എന്നുള്ളതിലേക്ക് അതില് ഇപ്പൊ നിങ്ങൾ OBC കാൻഡിഡേറ്റ് ആണ്, അല്ലെങ്കിൽ OEC, അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി, OBCയോ OECയോ ആണെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടത് NCL അഥവാ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ്. ആ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ്? വില്ലേജിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചിലത് താലൂക്കിൽ തീർക്കും, പറ്റില്ല. ഇത് ഓൾ ഇന്ത്യയുടെ ആവശ്യത്തിനാണെങ്കിൽ നിങ്ങൾ താലൂക്കിൽ നിന്നാണ്. പക്ഷെ കീമിന് നിങ്ങൾ NCL ഇവിടെ നിന്നാണ്, വില്ലേജിൽ നിന്നാണ്. എങ്ങനെയുള്ള NCL ആണ്? ഫോർ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ്. അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കണം, സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിനാണ്. സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസ് പറ്റില്ല, സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് പർപ്പസ് പറ്റില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, OBCയോ OECയോ ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഫ്രം വില്ലേജ് ഓഫീസ്, ദെൻ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിലായിരിക്കണം. ഇനി രണ്ടാമത്തെ, നിങ്ങൾ ഒരു SC കാൻഡിഡേറ്റോ ST കാൻഡിഡേറ്റോ ആണെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. ആ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്നല്ല, താലൂക്കിൽ നിന്നാണ്. ഇതിന് ഓൾമോസ്റ്റ് 3 ഇയർ ഒക്കെ വാലിഡിറ്റി ഉണ്ട് കേട്ടോ. മറ്റേത് അങ്ങനെയല്ല, NCL 1 ഇയർ ആണ് സാധാരണ വാലിഡിറ്റി, ഇത് 1 ഇയർ വാലിഡിറ്റി ആണ്. എന്നാൽ ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് 3 വർഷമാണ് വാലിഡിറ്റി. അതുകൊണ്ട് നിങ്ങൾ ആ 3 വർഷത്തിനുള്ളിൽ എടുത്ത സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് ഉപയോഗിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പുതിയതായി അപ്ലൈയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ 2 കാറ്റഗറി ഇത് പറഞ്ഞു. ഇനി മൂന്നാമത്തെ നോക്കുക, അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി. അതിൽ ചിലരെന്താണ് NCLന് കീഴിൽ വരില്ല. അപ്പോൾ OEC കാൻഡിഡേറ്റ് ആണ്, എന്നാൽ നിങ്ങൾക്ക് NCL ലഭ്യമല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാം. ആ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് എടുക്കേണ്ടത്? വില്ലേജിൽ നിന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, NCL കിട്ടാത്ത, NCLന്റെ പരിധിയിൽ വരാത്ത OEC കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാം. എവിടുന്ന്? വില്ലേജിൽ നിന്ന്. അപ്പൊ NCLന് പകരം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇനി ഫീസ് കൺസെഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് SC ST OEC കാൻഡിഡേറ്റിനും അതേപോലെ മറ്റ് ഈ NCLൽ വരാത്ത OEC കാൻഡിഡേറ്റിനും ഒക്കെ ഫീസ് ആനുകൂല്യമുണ്ട്. അപ്പൊ ആ ഫീസ് ആനുകൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോർ ഫീസ് കൺസെഷൻ, ഇതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? SC കാൻഡിഡേറ്റോ ST കാൻഡിഡേറ്റോ OEC കാൻഡിഡേറ്റോ, അതായത് ഈ പറഞ്ഞ ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയ, താലൂക്കിൽ നിന്ന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയോ അല്ലെങ്കിൽ വില്ലേജിൽ നിന്ന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയോ പ്രശ്നമില്ല. ബാക്കിയുള്ളവർക്കാണ് ഈ ഇൻകം സർട്ടിഫിക്കറ്റ് ബാധകം. ഫീസ് കൺസെഷന് വേണ്ടി നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കണം.
ഓക്കെ, അതായത് ഒരിക്കൽ കൂടി ഞാനിവിടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? ഫീസ് കൺസെഷന് വേണ്ടി NCL കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യുക? ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങുക, പ്ലസ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും. NCL SC/ST അത് ബാധകമല്ല. എന്നാൽ ബാക്കിയുള്ള കാറ്റഗറിക്ക് NCL SC/ST കാറ്റഗറിയുമല്ല, NCL കിട്ടിയിട്ടുമില്ല എങ്കിൽ നിങ്ങൾ 2 സർട്ടിഫിക്കറ്റ് എടുക്കുക. ഒന്ന് വില്ലേജിൽ നിന്ന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കുക, വില്ലേജിൽ നിന്ന് ഇൻകം സർട്ടിഫിക്കറ്റും എടുക്കുക. അപ്പൊ ഇത് രണ്ടും എടുത്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ഫീസ് കൺസെഷന്റെ പരിധിയിൽ വരും. ക്ലിയർ അല്ലേ? അത് ആർക്കാണ് ബാധകമെന്ന് പറഞ്ഞു? SC വേണ്ട, ST കാൻഡിഡേറ്റ് വേണ്ട, OEC കാൻഡിഡേറ്റ് വേണ്ട. ഓക്കെ, ബാക്കിയുള്ളവർക്ക് NCL കിട്ടാത്തവർക്കാണ് അത് ബാധകം. ഇനി അടുത്തൊരു കേസാണ് ഇന്റർകാസ്റ്റ് മാരേജ്. ഇന്റർകാസ്റ്റ് മാരേജിൽ പേരൻസിൽ ഒരാൾ OBC-യോ OEC-യോ ആണെങ്കിൽ നിങ്ങൾ NCL വാങ്ങുക. ഓക്കെ, ഓൾറെഡി NCL കിട്ടിയവരാണെങ്കിൽ പ്രശ്നമില്ല. NCL കിട്ടാത്തൊരു കുട്ടി, നോർമൽ ഫോർവേഡ് കാറ്റഗറിയിൽപ്പെട്ട ഒരു കുട്ടിയുടെ പേരന്റിൽ ഒരാൾ OBC കാൻഡിഡേറ്റോ OEC കാൻഡിഡേറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് വില്ലേജിൽ നിന്ന് NCL ഉപയോഗിക്കാം. നേരെ തിരിച്ച് നിങ്ങളുടെ പേരൻസിൽ ഒരാൾ SC-യോ ST-യോ ആണെന്നിരിക്കട്ടെ. നിങ്ങളുടെ പേരൻസിൽ ഒരാൾ SC-യോ ST-യോ ആണെങ്കിൽ നിങ്ങൾ ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് കൂടി എടുക്കണം. അത് എടുക്കേണ്ടത് താലൂക്കിൽ നിന്നാണ്. പേരൻസിൽ ഒരാൾ SC-യോ ST-യോ ആണെങ്കിൽ താലൂക്കിൽ നിന്ന് ഇന്റർകാസ്റ്റ് മാരേജിന്റെ റിസർവേഷന് വേണ്ടി ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങുക. ഇനി അടുത്തതാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. ഇവിടെ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇഫ് അപ്ലിക്കബിൾ ആണെങ്കിൽ. അത് ആർക്കാണ് അപ്ലിക്കബിൾ ആവുക എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് SSLC-യിൽ നിങ്ങളുടെ നേറ്റിവിറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതില്ല. ഇപ്പൊ നിങ്ങൾ കേരളത്തിൽ ജനിച്ചവരല്ല, പക്ഷെ നിങ്ങളുടെ പേരൻസ് കേരളത്തിൽ ജനിച്ചവരാണെങ്കിലും പ്രശ്നമില്ല, ആ ഡോക്യുമെന്റ് അവിടെ ഉണ്ടെങ്കിൽ. ഇനി അതല്ല, നിങ്ങൾ കേരളത്തിൽ ജനിച്ചില്ല, നിങ്ങൾക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ, ഇപ്പൊ നിങ്ങൾ വിദേശത്ത് എവിടെയെങ്കിലുമാണ് ജനിച്ചവർ, നിങ്ങൾക്ക് കേരളൈറ്റ് ആണെന്ന് തെളിയിക്കാനുള്ള ഡോക്യുമെന്റ് ഇല്ല എങ്കിൽ മാത്രം നിങ്ങൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എടുത്താൽ മതി. ഇഫ് അപ്ലിക്കബിൾ എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്, എല്ലാവർക്കും അതിന്റെ ആവശ്യമില്ല. അത് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്? വില്ലേജിൽ നിന്നാണ് എടുക്കേണ്ടത്. ഇനി അടുത്തത് EWS, അതായത് ഫോർവേഡ് കാസ്റ്റ്, ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു ആനുകൂല്യവും കിട്ടാത്ത, അതായത് ആനുകൂല്യങ്ങളുടെ പരിധിയിൽ വരാത്ത ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു കുട്ടി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതാണെങ്കിൽ, ഇക്കണോമിക്കലി വീക്ക് സെക്ഷൻ, അതായത് EWS-ൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു EWS സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് എടുക്കണം. ഓക്കെ, ഇനി അടുത്തത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. ഇത് മൈനോറിറ്റി കാൻഡിഡേറ്റ്, ഇപ്പൊ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനൊക്കെ മൈനോറിറ്റി സീറ്റ് ക്ലെയിം ചെയ്യാൻ വേണ്ടി, ഇത് ഗവൺമെന്റിലേതല്ല, സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ MBBS BDS പോലുള്ളതിന്റെ മൈനോറിറ്റി സീറ്റിന് വേണ്ടിയാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ ഫീസ് ആനുകൂല്യം, ഈ സീറ്റിൽ നിങ്ങൾക്ക് കയറിയാൽ നിങ്ങൾക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല, ഫുൾ ഫീ അടയ്ക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, എന്നാലും കുഴപ്പമില്ല, സീറ്റ് കിട്ടണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാം. അപ്പോൾ ഇപ്പൊ ഒരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു കുട്ടി, അവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇപ്പൊ നോർമലി ഒരു കുട്ടി ഇപ്പൊ 10th കാസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമുള്ളൂ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇപ്പൊ മുസ്ലിം ആണെങ്കിൽ മുസ്ലിം എന്ന് നിങ്ങളുടെ ക്ലെയിമിൽ വരണം, ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ എന്ന് വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ്ങിലെ മൈനോറിറ്റി സീറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെ മൈനോറിറ്റി സീറ്റ് ക്ലെയിം ചെയ്യേണ്ടവര് എന്തുകൂടി ചെയ്യുക? കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. ഇത് എന്തിനാണ്? സെൽഫ് ഫിനാൻസിങ്ങിന്. അപ്പൊ ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എടുത്ത കുട്ടിക്ക് അതിന്റെ പ്രശ്നമില്ല. അങ്ങനെ അല്ലാത്ത, ഇതൊന്നും ബാധകമല്ലാത്ത കുട്ടി, ഇപ്പൊ ഒരു ക്രിസ്ത്യൻ ഫോർവേഡ് കാറ്റഗറിയിൽപ്പെട്ട ഒരു കുട്ടിയാണ് എന്ന് വിചാരിക്കാം. അപ്പൊ ആൾക്ക് വേറെ ഒന്നിലും വരുന്നില്ല. അപ്പൊ ആൾക്ക് വേണമെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് മൈനോറിറ്റി സീറ്റിന് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. ഇനി അതുപോലെ മറ്റൊന്നാണ് NRI സീറ്റ് ആഗ്രഹിക്കുന്നത്. ഇവിടെയും ശ്രദ്ധിക്കുക, NRIയുടെ ഫീസ് കമ്പാരിറ്റീവ്ലി മറ്റേതിനേക്കും കൂടുതലാണ്. അപ്പൊ ഇപ്പൊ ഫീസിന്റെ അപ്ഡേറ്റഡ് ഷെഡ്യൂൾ വന്നിട്ടില്ല, വരുമ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ഇടാം. എന്നിരുന്നാലും സെൽഫ് ഫിനാൻസിങ് കോളേജിലെ നോർമൽ ഫീയെ കഴിഞ്ഞും ഏകദേശം ഡബിളോളം വരും NRI സീറ്റിൽ. അപ്പൊ NRI സീറ്റ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം? NRI ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ, അതായത് പേരന്റിന്റെ പാസ്പോർട്ട് കോപ്പി വേണം, വിസ അറ്റസ്റ്റഡിന്റെ കോപ്പി ഉണ്ടാവണം, എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അപ്പൊ അതിൽ പാസ്പോർട്ട് ആൻഡ് വിസ അറ്റസ്റ്റഡ് അത് നിർബന്ധമാണ്. എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ്, ഈ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിലും നിങ്ങളുടെ പാസ്പോർട്ടിലും ഒക്കെ ആയിട്ട് ആ ബന്ധം നിങ്ങൾക്ക് തെളിയിക്കാം. അപ്പൊ വേറെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണ്ട. ഇനി നേരിട്ട് നിങ്ങൾക്ക് ഡോക്യുമെന്റ് വൈസ് തെളിയിക്കാൻ പറ്റാത്ത റിലേഷൻ ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ താലൂക്കിൽ നിന്ന് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കൂടി അതിലൂടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ ഇത് കൂടാതെ NRIയിൽ വാലിഡിറ്റി കഴിഞ്ഞ വിസ ആണെങ്കിൽ അങ്ങനെയുള്ള ചില പ്രൊസീജിയർ, അപ്പൊ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി നിങ്ങൾ അഫിഡവിറ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ NRIയിൽ അഡീഷണലി വരുന്നത്. ഓക്കെ അല്ലെ? അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ കീമിന്റെ 2026 രജിസ്ട്രേഷന് മുമ്പ് തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെന്റുകൾ ഇത് മാത്രമല്ല ശരിക്കും ഡോക്യുമെന്റ്. ഇനിയിപ്പോ ചില കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവും, ഞാൻ സ്പോർട്സിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ NCC-യിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി BDS കഴിഞ്ഞ കുട്ടിയാണ്, അപ്പൊ ഞങ്ങൾ എന്താണ്? അപ്പൊ അവരിപ്പോ പ്രത്യേകിച്ച് ഡോക്യുമെന്റ് ഒന്നും തയ്യാറാക്കേണ്ടതില്ല. അതിലിപ്പോ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ടും ഒക്കെ വെച്ച് സ്പോർട്സ് കൗൺസിൽ അപേക്ഷിക്കുക. എക്സ് സർവീസ് ആണെങ്കിൽ
നിങ്ങൾ ജില്ലാ സൈനിക് ബോർഡിൽ അപേക്ഷിക്കുക, അല്ലെങ്കിൽ BDS കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ് കൂടെ വയ്ക്കുക. ഇതൊക്കെ നിങ്ങൾ തയ്യാറാക്കേണ്ടതില്ല. ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെന്റോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നടക്കേണ്ട കാര്യങ്ങളോ മാത്രമാണ്. അപ്പോൾ മുമ്പ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് രജിസ്ട്രേഷന് മുമ്പ് തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെന്റുകളുടെ ലിസ്റ്റ് മാത്രമാണ്. അതിന്റെ അർത്ഥം ഈ പറഞ്ഞിരിക്കുന്ന അത്രയും റിസർവേഷൻ മാത്രമാണ് സ്കീമിലുള്ളത് എന്നല്ല. ഇതല്ലാത്ത വേറെയും റിസർവേഷൻ ഉണ്ട്. അപ്പൊ അതിനൊന്നും നിങ്ങൾ മുമ്പേ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കേണ്ടതില്ല. അതുകൊണ്ടാണ് മുമ്പ് തയ്യാറാക്കേണ്ട ഡോക്യുമെന്റിന്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ കീമിന്റെ സൈറ്റിലുണ്ട്. കീമിന്റെ സൈറ്റിൽ ഇപ്പോൾ ഏറ്റവും മേലെയായിട്ട് റീസെന്റ് അപ്ഡേറ്റ് ആയിട്ട് വന്ന് കിടപ്പുണ്ട്, തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെന്റുകളുടെ ലിസ്റ്റ്. ഞാൻ ആ ഡോക്യുമെന്റുകളുടെ ലിസ്റ്റ് വെച്ചിട്ടാണ് ആ വീഡിയോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സ്കീം 2026 രജിസ്ട്രേഷന് മുമ്പ് തയ്യാറാക്കി. ഇപ്പൊ നിങ്ങൾ നോർമലി ഒരു വെക്കേഷൻ ടൈമിലൊക്കെ ആയിട്ട് നിങ്ങൾ നാട്ടിൽ തന്നെ ഉണ്ടാവും. ഇനി പുറത്ത് പോയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വെക്കേഷന് വേണ്ടിയൊക്കെ വന്നവർ, ഇപ്പം എബ്രോഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ് തയ്യാറാക്കി വെക്കാവുന്നതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് അപ്ഡേറ്റുകൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് റെഗുലർലി. ഞാൻ ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ, അതൊരു ഫ്രീ കമ്മ്യൂണിറ്റിയാണ്, നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ അപ്ഡേറ്റുകൾ പീരിയോഡിക്കലി വന്നുകൊണ്ടിരിക്കും. അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൽ വാട്സപ്പ് അയച്ചാൽ മതി. കോളുകൾ ഒഴിവാക്കി വാട്സപ്പിൽ നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ എനിക്ക് ആ വാട്സപ്പിൽ നിങ്ങളൊരു ഓഡിയോ ഇട്ടാൽ അല്ലെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് ഇട്ടാൽ ഞാൻ അതിന് തിരിച്ച് റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി അപ്ഡേറ്റുകൾ കമ്മ്യൂണിറ്റിയിൽ തരാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.